പിന്നെ ഓയിൽ 2 വർഷമായിട്ട് തലയിൽ ഓയിൽ തേക്കുന്നില്ല. ഒരു 2 വർഷം മുന്നേ ഞാനിവിടെ ഒരു സ്കിൻ ഡോക്ടറിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഒരു സിറം ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെനിക്ക് ഇനി യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഫാള് കുറയുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോ ഒന്നും സ്കാൽപ്പിൽ ചെയ്യുന്നില്ല, നമ്മൾ ഹാൻഡ് ഷാഫ്റ്റിൽ മാത്രമാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് സ്കാൽപ്പും ഇതുമായിട്ട് ട്രീറ്റ്മെന്റ് യാതൊരു ബന്ധമില്ല. അപ്പൊ നമ്മൾ ചെയ്യണത് കൊണ്ട് മുടി കുറച്ച് കൂടുതൽ വളരുമെന്നോ അല്ലെങ്കിൽ ചെയ്യണത് കൊണ്ട് മുടി സ്കാൽപ്പിൽ നിന്ന് ഊരി വരുമെന്നോ ടെൻഷൻ വേണ്ട. ഹെയറിന് നല്ല രീതിയിൽ ഡ്രൈനസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ വന്ന് ചോദിച്ച കളർ ചെയ്ത ഹെയർ ആണെന്ന് ചോദിച്ചത്. അല്ല, ഫസ്റ്റ് ടൈം. ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ല. ഹെയർ ഓൾറെഡി നല്ല രീതിയിൽ ഡ്രൈ ആണ്, നല്ല ഡ്രൈ ആണ്. എനിക്ക് മുടി പൊട്ടി പോകുന്നുണ്ട്. പൊട്ടൽ കുറയ്ക്കാനും ഈ ഡ്രൈനസ് ആണ് മുടി പൊട്ടുന്നതിന് ഏറ്റവും വലിയ കാരണം. ഇപ്പൊ ഇത്രയും ഒരു ഹെയർ എടുക്കുകയാണെങ്കിൽ നമുക്ക് പകുതിയോളം ഇത്രയേ ഉള്ളൂ. ഇത് രണ്ടും ഒരു ഭാഗത്തു നിന്നുള്ള ഹെയറിന്റെ കണ്ടീഷനാണ്. ഇത്രയുണ്ട്, അത്രയും പൊട്ടിയതിന്റെ ബാലൻസ് ആണ് കാണുന്നത്. ഡ്രൈനസ് കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പൊട്ടൽ കുറയ്ക്കാൻ പറ്റും. പിന്നെ പൂർണ്ണമായിട്ട് നമുക്ക് പിടിച്ചു നിർത്തുന്ന രീതിയിലല്ല പൊട്ടൽ കുറയ്ക്കാൻ, കൺട്രോൾ ചെയ്യാനേ പറ്റത്തുള്ളൂ. സ്റ്റാർട്ട് ചെയ്യാനുള്ളൂ. എങ്ങനെയുണ്ട് ഫോട്ടോസ് ചെയ്തിട്ട്? എന്തോ ഇഷ്ടപ്പെട്ട ഹെയർ ടെക്സ്ചർ ബിസിനസ് ഒക്കെ പോയാ ഇങ്ങനെയുണ്ടായിരുന്നു നേരത്തെ നല്ല ബിസിനസ് ആയിരുന്നു. അപ്പൊ ഇത് മെയിൻറ്റെയിൻ ചെയ്യണം പ്രോപ്പറായിട്ട്. മെയിൻറ്റെയിൻ നമുക്ക് സ്മൂത്തനിങ് ചെയ്യുമ്പോൾ സ്പാ ഒന്നുമില്ല, ഹോം കെയർ തന്നെ നോക്കിയാൽ മതി. ഷാമ്പൂ കണ്ടീഷൻ, പിന്നെ ബാക്കി ഹെയർ വാഷിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, അത് ഫോളോ ആയിട്ട്